ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നല്ല അടിപൊളി ഒരു ബേബി മസാജ് ഓയിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും നല്ല ഫെയർ ആയിട്ടിരിക്കാനും സ്കിന്നെല്ലാം റാഷസൊന്നും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ടിരിക്കാനുമാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന നാച്ചുറലായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മസാജ് ഓയിലാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 3-4 കൂട്ടം ഐറ്റം മതിയാവും. അത് നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ള 4 ഐറ്റംസാണ്: ബീട്രൂട്ട്, ക്യാരറ്റ്, പച്ചമഞ്ഞൾ, വേപ്പില. ഇത്ര ഐറ്റംസാണ്. വേപ്പില ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചളവിൽ മതിയാവും. ഞാൻ ജസ്റ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വെളിച്ചെണ്ണ തന്നെ നോക്കിയെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിൽ പെട്ടെന്ന് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. ആദ്യം നമുക്ക് ഈ ഐറ്റംസ് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് അരച്ച് അതിൻ്റെ നീരെടുക്കുക എന്നുള്ള പ്രോസസ്സാണ്. അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമഞ്ഞളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ബീട്രൂട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമഞ്ഞളും ക്യാരറ്റും ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ നീരെടുക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് വെള്ളത്തുണിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. വെള്ളത്തുണി ഉപയോഗിച്ചിട്ട് നീരെടുക്കുകയാണെങ്കിൽ ഇതുപോലെ മാക്സിമം നീര് നമുക്ക് അതിൽ നിന്ന് കിട്ടും, ഒട്ടും വേസ്റ്റായി പോകത്തില്ല. ബീട്രൂട്ടും ക്യാരറ്റും പച്ചമഞ്ഞളും കൂടി മിക്സിയിലിട്ട് അടിച്ചതിൻ്റെ നീരാണ് ഈ ഇരിക്കുന്നത്. അതുപോലെ തന്നെ വേപ്പിലയുടെ നീര് നമ്മൾക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. വേപ്പില നമ്മൾ ഒരുപാടൊന്നും വേണ്ട, ഈ ഒരു ചെറിയ അളവിൽ മാത്രം എടുത്താൽ മതിയാവും. ഇനിയാണ് നമ്മൾ എണ്ണ കാച്ചാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും എല്ലാം ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിൽ അടുപ്പിൽ ചൂടാക്കണം. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണയും ഈ ജ്യൂസും കൂടി ഇൻമിസിബിളായിട്ടാണ് കിടക്കുന്നത്. കൂടി കലരാത്ത രീതിയിൽ ഈ ഒരു സ്റ്റേജിലായിരിക്കും കിട്ടുന്നത്. ഏകദേശം 20-25 മിനിറ്റാണ് നമുക്ക് എണ്ണ തയ്യാറാക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ എണ്ണ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാത്ത രീതിയിൽ. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 20-25 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഈ കൂടിക്കലർന്ന് കിടക്കുന്ന ഈ ഒരു സ്റ്റേജ് മാറിയിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ എണ്ണ കിട്ടും. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 15 മിനിറ്റ് ആയപ്പോൾ കുറച്ചും കൂടി 25 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ എണ്ണ നല്ല ക്ലിയർ ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൽ നമ്മൾ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് എണ്ണ പാകമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. എണ്ണ പാകമായിട്ടുണ്ടെങ്കിൽ കറിവേപ്പില ഇടുമ്പോൾ അതിലൊരു മൊരിഞ്ഞ സൗണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറി കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ വെള്ളത്തുണി ഉപയോഗിച്ചിട്ടാണ് ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള നമ്മുടെ ബേബി മസാജ് ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.